തുടങ്ങിക്കോളൂ ജി. അയ്യോ, സഹിക്കാൻ അങ്ങോട്ട് കഴിയുന്നില്ല. താളം എവിടെ? ഒന്ന് മതിയാക്കൂ. താനൊരു സിംഗർ എന്നല്ല, ആങ്കർ ചെയ്യാൻ പോലും കഴിയുകയില്ല. എന്നാൽ ഇത് കേട്ടോളൂ, അങ്ങ് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കും, സംശയമുണ്ടോ? വിട്ടേക്ക് പോപ്പാട്ട്. ഗുരുജിയുടെ ബ്ലഡ് പ്രഷർ നേരത്തെ തന്നെ കൂടിയിരിക്കുക. ഡാൻസ് കളിക്കാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഡാൻസ് കളിക്കാണ് അദ്ദേഹം. ടെൻഷൻ വരുമ്പോൾ ഹൃദയമിടിക്കും ലാപ്ടോപ്പ്. ഇപ്പൊ പാടാൻ വരുന്നു പുതിയ ഗായകൻ പോപ്പറ്റ്. അടികൈ. അയ്യോടാ, ഇവൻ എവിടെന്നാ വന്നത്? മാങ്ങ എറിയണമെങ്കിൽ ഉന്നം വേണം. ഗുരുജി, അങ്ങ് വരികൾ ശ്രദ്ധിക്കണം. അയ്യോ, സഹിക്കാൻ കഴിയുന്നില്ല. അയ്യോ, 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 അയ്യോ മതി. ഒന്ന് നിർത്തോ. എന്താ ഇത്? ഒന്ന് നിർത്തോ. വാവ്, നീ പാടുന്നേക്കാളും നല്ലതായിട്ട് ഡാൻസ് ആടുന്നാണല്ലോ പോപ്പട്ട്. ഞാൻ എല്ലാവരെയും സന്തുഷ്ടരാക്കി, സംശയമുണ്ടോ? എല്ലാവരുടെയും സുഹൃത്താ, എന്തെങ്കിലും വേഗം ചെയ്യ് ഹണി, അല്ലെങ്കിൽ തീരും നമ്മുടെ പണി. ഹണി, താഴെ കിടക്ക. എന്താ ഇത്? ഗുളികയുടെ പവർ തീർന്നെന്നാണ് തോന്നുന്നത്. എന്റെ കൂട്ടുകാരനെ തല്ലുവല്ലേ?
ഇന്ന് എന്തായാലും ഞാൻ ഇതിനകത്തുള്ള വെള്ളം കുടിച്ചിരിക്കും. സംശയമുണ്ടോ? എടാ, നിന്റെ ചെണ്ടമേളം നിർത്തുന്നുണ്ടോ? എന്താടാ നോക്കി പേടിപ്പിക്കാണോ? അങ്ങോട്ട് വന്നാൽ നിന്റെ പണി ഞാൻ തീർക്കും. സംശയമുണ്ടോ? എടാ, സോറി, നീ ആളൊരു പുലി തന്നെയാണ്. നമ്മൾ തമ്മിൽ ഇനി ഒരു വഴക്കിന്റെ ആവശ്യമേ ഇല്ല. സംശയമുണ്ടോ? നിങ്ങൾ പോപ്പറ്റിനെ എന്ത് ചെയ്തെന്ന് പറയേ? ഞങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ പോപ്പറ്റ് ഇങ്ങനെ കരയുന്നത്? മേഡം, ഞാൻ കരയുന്നേ ഇല്ല. സംശയമുണ്ടോ? ഇത് ആലാപനമാണ്. ഞാൻ സിംഗറാണ്. റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കുക. സംശയമുണ്ടോ? ഓ, ഗെറ്റ് ഔട്ട് സ്റ്റുപ്പിഡ്. ഞാൻ ഓഫീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മഹാനായ കലാകാരനെ ഇത്രയും അവമാനപ്പെടുത്തുന്നു. ഇതിനെയായിരിക്കും ഒരുപക്ഷെ സ്ട്രഗിൾ എന്ന് പറയുന്നത്. സംശയമുണ്ടോ? ഞാൻ പുറത്തു പോയി പാടിക്കോളാം. ഇവിടെ ഞങ്ങൾ സഹിക്കും, പുറത്ത് ജനങ്ങൾ അടിക്കും. സംശയമുണ്ടോ? പള്ളിയിൽ മണി എന്തിനാ രാവിലെ മുഴങ്ങുന്നത്? എന്തിനാ കുട്ടി നീ ഇങ്ങനെ കരയുന്നത്? അടികൈ. ഒരു മഹാനായ സിംഗറിന്റെ ദുഃഖമാണത്. കൈ അടിക്കണമെങ്കിൽ എന്റെ ടാലന്റ് കണ്ടിട്ട് അടിക്കേ. സംശയമുണ്ടോ? വിഷുനാളിൽ നമ്മൾ എടുത്തൊടുക്കണം നല്ലൊരു മുണ്ട്. നിന്റെ ശബ്ദത്തിൽ നല്ല വിഷമമുണ്ട്. അടികൈ. മാഡത്തിന്റെ വിറ്റാമിൻ ഗുളികകൾ കഴിച്ചേക്കാം. ഒരു ഗുളിക കൊണ്ട് എന്ത് ശക്തി കിട്ടാനാണ്? ഞാൻ എല്ലാം കഴിക്കാൻ പോവാണ്. കഴുതേ, എന്തിനത്രയും ഗുളികകൾ കഴിച്ചത്? എനിക്ക് ശക്തി വേണം. എലികൾ എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നു. എടാ കഴുതേ, ദിവസം ഒരു ഗുളികയാണ് കഴിക്കേണ്ടത്. സംശയമുണ്ടോ? ഇതെങ്ങനെ സംഭവിച്ചു? വിറ്റാമിൻ ഗുളിക കാരണമാണ് ഈ പ്രശ്നം. സംശയമുണ്ടോ? ഞാൻ ശക്തിയുള്ളവനായി കഴിഞ്ഞു. അയ്യോ പാറ്റ, അയ്യോ പാറ്റ, പാറ്റ. എഴുതേക്ക്. ശരീരം മാത്രമേ വലുതായുള്ളൂ, എന്നാ മനസ്സ് എലിയെ പോലെയാ. പാറ്റയെ കണ്ട് പേടിക്കുന്നോ? നിനക്കെന്നെ അറിയാലോ, എനിക്ക് ഇവറ്റകളെ കണ്ട ഭയങ്കര പേടിയാണ്. വേഗം വാ, കർത്തയുടെ വീട്ടിൽ ലഞ്ച് കഴിക്കാനായി പോകണം. സർവ്വതും നാശം. ഇവന് തീർച്ചയായിട്ടും ചുമക്കേണ്ടി വരും. ഇവന് ഓട്ടോയിലും ടാക്സിയിലും കയറ്റാൻ കഴിയില്ല. സംശയമുണ്ടോ? അങ്ങോട്ട് നോക്ക്, അവറ്റകൾ തോതാറാമനെ ശല്യപ്പെടുത്തുകയാണ്.
എന്റെ പണി തീർത്ത് തരാന്നല്ലേ നീ പറഞ്ഞത്? നിന്റെ പണി എന്റെ കൂട്ടുകാർ തീർക്കുന്നത് കണ്ടോ? വെൽക്കം, വരൂ, വെൽക്കം. അല്ല, ഈ ഹണിക്ക് എന്ത് പറ്റി? ഓ, എന്റെ ഭായ്, അവന്റെ അടുത്തേക്ക് പോണ്ട, ഒരു 5 അടി മാറി തന്നെ നിക്ക. ഓ, 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 ഓ. വരൂ, ആഹാരം കഴിക്കാം, വരൂ. അത് ഈ രാക്ഷസന് കൊടുക്ക. ഇവനോടൊപ്പം ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല. എടാ, അതിലിരിക്കല്ലേ, അത് ഒടിഞ്ഞു പോകും. ശരി, ഞാൻ വേണമെങ്കിൽ ടേബിളിൽ ഇരിക്കാം. കർത്ത, എല്ലാവരുടെ സുഹൃത്ത, ആഹാരം മുഴുവൻ പോയി. ഇനി ഞാനും നിങ്ങളെ പോലെ തന്നെ പട്ടിണി ഇരിക്കേണ്ടി വരും. ഓ, രാജാവ് ഏതോ ചിന്തയിലാണ്. എല്ലാരും വട്ടന്മാരാണ്. മഹാരാജാവേ, അങ്ങ് എന്താണ് ഈ ചിന്തിക്കുന്നത്? ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. മത്സ്യങ്ങൾ മരത്തിൽ താമസിക്കുന്നു. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മത്സ്യങ്ങൾ മരത്തിൽ താമസിച്ചാൽ പിന്നെ വെള്ളത്തിൽ ആര് താമസിക്കും? ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷികൾ. അതെ, മത്സ്യങ്ങൾ മരത്തിൽ താമസിച്ചാൽ പിന്നെ കുളത്തിലാരും ഉണ്ടാവില്ലല്ലോ. അപ്പോ എല്ലാ പക്ഷികളും വെള്ളത്തിനകത്ത് താമസിക്കും. അത്ഭുതം. ഇവൻ എത്ര ബുദ്ധിമാനാ. ഞാൻ ഇവനെ രാജാവാക്കാൻ പോവുകയാണ്. അന്തേർ നഗരിയുടെ രാജാവ്. വേണ്ട, രാജാവ് ഞാനാണ്. ഞാൻ നിന്നെ ഇവിടുത്തെ പ്രധാനമന്ത്രിയാക്കും. എന്താ, സമ്മതമാണോ? അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക? താൻ ഇനി കാരാഗ്രഹത്തിൽ ഇരുന്നാ മതി. എന്താ, സമ്മതമാണോ? എന്തിന്? താനല്ലേ പ്രധാനമന്ത്രി. താനായിരുന്നു ഈ ആശയം പറയേണ്ടിയിരുന്നത്. ക്ഷമിക്കണം മഹാരാജാവേ, ഇവനെ പ്രധാനമന്ത്രിയാക്കാൻ കഴിയില്ല. ഇവർ കുറ്റവാളികളാണ്. അത് ശരി. ഇവരെന്ത് തെറ്റാണ് ചെയ്തത്? ഇവർ കുടങ്ങളെ പൊട്ടിച്ചതുകൊണ്ട് വ്യാപാരിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. കൂടാതെ നമ്മുടെ ഒരു ഭടനെയും ഇവർ അന്ധനാക്കി. ഫയൽമാനും പ്രധാനമന്ത്രിയും ഇതെത്ര എളുപ്പമാണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കൂ. ഉത്തരവ് മഹാരാജാവേ. അങ്ങനെയല്ല, ചുമരുള്ള വശം നോക്കി ചെയ്യ. ഇനിയും കഠിനമായിരിക്കും. അതെയോ? ഞങ്ങൾ ചുമരിന്റെ അപ്പുറത്തെ വശത്ത് പോയി ഇവരെ നോക്കാം. ആ ശരി, ഞാൻ ഇവിടെ നിന്ന് നോക്കാം. നിങ്ങൾ അപ്പുറത്ത് പോയി ഉടൻ തന്നെ നോക്കൂ. വേഗം വാ, നമുക്ക് അപ്പുറത്ത് ചെന്ന് നോക്കാം.
മതിയാക്ക്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വരുമെന്നോ? വന്നാൽ നീ എന്ത് ചെയ്യും? ഞാൻ എത്ര കഷ്ടപ്പെട്ടത് മുകളിലേക്ക് കൊണ്ടുപോയെന്നറിയോ? നീ കാരണം അതെല്ലാം നശിച്ചു. എന്നെ വിട്ടേക്കു പ്ലീസ്. ഞാൻ സാധുക്കളെ ഒന്നും ചെയ്യാറില്ല. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ആദ്യം അക്രോട്ട് മര്യാദക്ക് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതാ. ശരി, ഞാൻ വെക്കാം. എന്റെ വായി എന്തിനാ ഹണിയെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? പോയിവിടുന്ന. ഞാൻ പേടിക്കുന്ന കൂട്ടത്തിലല്ല. എന്റെ അക്രോട്ട് എന്റെ മരത്തിൽ കൊണ്ടുവന്ന് വെക്ക്. കണ്ടോ ഭായി, സേഫ് ലാൻഡിംഗ് ആയി. എടാ തത്തേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. താങ്ക് യു തോത്താറാം. എന്റെ ഭായി, പൂച്ചയാണ് താൻ, പൂച്ച. നമ്മൾ കാരണമാണ് ഖന്ന സാറിന്റെ അങ്കിളിന്റെ ഈ ലാബ് തന്നെ ക്ലീൻ ആയത്. സംശയമുണ്ടോ? ശരിയാടാ, നമ്മൾ ചെയ്യുന്ന ഈ ഉപകാരം ഒരിക്കലും അദ്ദേഹം മറക്കുകയില്ല. ഇത് രണ്ടിനെയും കൂടെ ഒരു ബോട്ടിലേക്ക് മാറ്റാം. ഹണി, അതിനെ കളയ. എടാ, നീ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ നശിച്ചു പോകും. സംശയമുണ്ടോ? ഹണി, ഇവിടെ മുഴുവൻ തീ പിടിക്കുമായിരുന്നു. പൊയ്ക്കോ, അവിടെ ചെന്ന് മെഷീൻസ് ഒക്കെ വൃത്തിയാക്ക. ബണ്ണി, സർദാർ, പോപ്പറ്റ്, ഇങ്ങോട്ട് വാ. എന്തു പറ്റി? ഇതാ നോക്ക്, ഈ ഗ്രീൻ ബട്ടൺ ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോവാൻ കഴിയും. അതെ, ഇതും അതുപോലത്തെ ഒരു ടൈം മെഷീൻ ആണെന്നാ തോന്നുന്നേ. ഹണി, ആ ഗ്രീൻ ബട്ടർ ഒരിക്കലും നീ അമർത്തി കളയരുത്. സംശയമുണ്ടോ? ശരി, എന്നാ ഞാൻ യെല്ലോ ബട്ടൺ അമർത്താം. വേണ്ട. എടാ, ഇവൻ എങ്ങോട്ടായി പോയത്? ഇടോ, താൻ എന്തായി ചെയ്യുന്നത്? താഴേക്ക് വീഴും, പറഞ്ഞേക്കാം. താൻ എന്തായി ചെയ്യുന്നത്? മോഷ്ടിക്കുകയാണ്. പട്ടാപകരം മോഷ്ടിക്കുന്നോ? ആരെങ്കിലും വേഗം വരൂ, ഒന്ന് വേഗം വരൂ. ഞാൻ ശാന്തനായി മോഷ്ടിക്കുകയായിരുന്നു, പക്ഷേ ഇവരെ തല്ലുകയാണ്. രാജ്യത്തിന്റെ സമാധാനം നശിപ്പിക്കാൻ നോക്കുകയാണോ? ഇവരെ ഉടൻ തന്നെ ബന്ദികളാക്കൂ.
ഒന്നും കാണുന്നില്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. താൻ ഇവിടെ വിശ്രമിക്ക്. കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് താൻ ഞങ്ങളുടെ കൂടെ വന്നാ മതി.